എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് സംസ്കൃതി പ്രോഗ്രാമിൽ അതിഥിയായി വന്നിരിക്കുന്നത് മുണ്ടയമഠത്തിൽ ശ്രീ രാമചന്ദ്രനാണ്. അദ്ദേഹം ഏകദേശം 24 വർഷം ഷൊർണൂരിലുള്ള ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ സജീവ പ്രവർത്തകനാണ്. എന്ന് വെച്ചാൽ എവിടെ അവിടെ സേവനം ആവശ്യമുണ്ടോ അദ്ദേഹം അവിടെ ഓടിയെത്തിയിരിക്കും. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ഇതിലുപരി അദ്ദേഹം ഒരു റെയിൽവേ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ തസ്തികയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഇദ്ദേഹത്തിന് റെയിൽവേ സർവീസിലിരിക്കുമ്പോൾ ഫസ്റ്റ് എയ്ഡ് പരിചരണത്തിൽ മികവ് കാട്ടിയതിന് രാഷ്ട്രപതിയുടെ പ്രത്യേക സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളത് സീനിയർ സിറ്റിസൺ ഫോറത്തിൽ ജില്ലയിലും മുനിസിപ്പൽ തലത്തിലും വളരെയധികം അല്ലെങ്കിൽ സജീവ പ്രവർത്തകനും കൂടിയാണ് ഇദ്ദേഹം. പിന്നെ സാമൂഹ്യപരമായിട്ടും മറ്റ് പല പ്രസ്ഥാനങ്ങളിലും അദ്ദേഹം സജീവ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് SNDP ശാഖയിലും. ഏതായാലും ഇത്രയും കഴിവുള്ള ഈ വ്യക്തിയെ ഈ സംസ്കൃതി പ്രോഗ്രാമിൽ ഇവിടെ വന്നെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ സവിനയം സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് സംസ്കൃതി പ്രോഗ്രാമിലേക്ക് അതിഥിയായി വന്നതിൽ ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. എൻ്റെ അഗാധമായ സന്തോഷം ഞാനാണ്. ഓക്കെ, ആദ്യമായിട്ട് അങ്ങയുടെ കുടുംബത്തെപ്പറ്റി വളരെ ചുരുക്കിയിട്ട് ഒന്ന് പറയാമോ? ഞങ്ങൾ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അച്ഛനും അമ്മയും അച്ഛൻ്റെ പെങ്ങന്മാർ, അമ്മയുടെ ആൾക്കാർ, ഞങ്ങൾ മക്കൾ, ഇങ്ങനെ എല്ലാവരും കൂടി. അച്ഛൻ്റെ പേര് ഗോവിന്ദൻ, അമ്മ ലക്ഷ്മി. ഞങ്ങൾ 10 മക്കളാണ്. 10 മക്കളിൽ രണ്ടാമനാണ് ഞാൻ. മൂത്തത് 70, അതിന് താഴെ എൻ്റെ താഴെ മറ്റുള്ള. അപ്പോൾ ഈ ആത്മീയത്തിൽ ഇത്രയും താല്പര്യം വരാൻ എന്താ കാരണം? ആത്മീയത്തിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ദൈവികമായ വലിയ ചിന്തനകളൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അവരതിനുള്ള പ്രവർത്തനങ്ങളും എല്ലാം എപ്പോഴും അമ്പലത്തിൽ പോലും തൊഴുതലും പഴയ കഥകൾ പറഞ്ഞു തരലും അങ്ങനെ വായനയിലേക്കുള്ളത് അങ്ങനെ ഇതായിട്ട് അങ്ങനെ വളർന്നു വരുമ്പോൾ
സമൂഹത്തിലേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ അമ്പലങ്ങളിലും നമ്മൾ പോകണം, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, അമ്പലത്തിലേക്ക് നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയാവുന്നത് വെച്ചാൽ അതൊക്കെ ചെയ്യുക, അമ്പലം നിലനിർത്തേണ്ടതിലേക്ക് നോക്കുക, അങ്ങനെയുള്ളതായ ഒരു ചിന്താഗതി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഭാഗവതമുണ്ട്, രാമായണമുണ്ട്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും എല്ലാം തുല്യമാണ്, എല്ലാം ദൈവിക അറിവാണ്. പക്ഷെ ചിലവർക്ക് ചിലതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിച്ചത് ഏതാ? ഗ്രന്ഥങ്ങളിൽ എന്നെ സ്വാധീനിച്ചത് ഞാൻ രാമായണം ആ ഗ്രന്ഥത്തിനോട് വലിയ സാമ്യമുള്ളതാണ്. കാരണം അതൊരു കുടുംബത്തിൻ്റെ ഭദ്രതേനെ കെട്ടുറപ്പോട് കൂടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഓരോ രക്തബന്ധങ്ങളുള്ള ഓരോരുത്തരോടും ഏത് നിലയിൽ നമ്മൾ പെരുമാറണം, എങ്ങനെ അതിനെ അവിടുത്തെ മര്യാദ പ്രകാരമുള്ള കുടുംബം നയിച്ചു കൊണ്ടുപോകണം എങ്ങനെയാണ് എന്നുള്ള കീഴ്വഴക്കങ്ങളെ മുൻനിർത്തിയും കൊണ്ടുള്ള പ്രവർത്തനം, അങ്ങനെയുള്ളൊരു പരിജ്ഞാനം എനിക്ക് ചെറുപ്പം മുതലേ കിട്ടിയിരുന്നു. എൻ്റെ അമ്മയുടെ ഇതുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഭാഗവതം അതും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗീതയിലുള്ള ഗീതോപദേശം ഞാനൊരു 3-4 ആവർത്തി വായിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. കാരണം അതിലത്തെ ആ രംഗങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന. അപ്പോൾ രാമായണം ഞാൻ എൻ്റെ കൈ വിട്ടിട്ടില്ല. ഇന്നലെ പോലും ഞാൻ രാമായണം നമ്മുടെ അമ്പലത്തിൽ വെച്ചിട്ട് രാമായണം വായിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ എല്ലാ കർക്കിടക മാസവും വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ രാമായണം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാമായണത്തിലെ വരികൾ വല്ലതും ഓർമ്മയിലുണ്ടോ? ഇപ്പോൾ 1-2 വരികൾ പല വരികളുണ്ട്, പക്ഷേ മുഴുവനൊന്നും അങ്ങനെ ഹൃദിസ്ഥമായിട്ടുള്ള ഓർമ്മയിലല്ല. പക്ഷേ വേണ്ടി 2 വരി പറ്റുമെങ്കിൽ. രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ കൗസല്യ ഉപദേശിച്ചിട്ടുള്ള ആ ഒരു വരി അതുണ്ട്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി സീതാത്മജ, അയോധ്യ അടവിം വിദ്ധി ദക്ഷജാതി യഥാസുഖം. ഇത് രാമായണത്തിലെ ഏറ്റവും വലിയ വളരെ നന്നായി. അപ്പം ഇത് ആത്മീയത്തിൽ മുന്നോട്ട് പോയ പല ഗ്രന്ഥങ്ങളും സഹായിച്ചു. വല്ല ഗുരു അങ്ങനെ വന്നിട്ടുണ്ടോ? ഗുരുക്കന്മാരായിട്ട് അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ചെറിയ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഓണത്തിനുള്ള ചതയാഘോഷം, അദ്ദേഹത്തിൻ്റെ ആ ജന്മനാൾ ആചരിച്ചിരുന്നു. അങ്ങനെയുള്ളതായ ഒരു ഗുരുവിൻ്റെ ഒരു സാമീപ്യവും ഗുരുവിൻ്റെ ആ ഒരു ഉപദേശം അതിനുള്ള പിന്നീടുള്ള സന്ദർഭം കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരു ഗുരു എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. അപ്പോൾ ഈ ബാലഭദ്ര ദേവി ക്ഷേത്രം ഇവിടെ വരാനും അത് എന്തുകൊണ്ട് ബാലഭദ്ര എന്നുള്ള പേര് ആ ദേവിക്ക്, അങ്ങനെ ഒരു ദേവിയെ പ്രതിഷ്ഠിക്കാൻ, അതിൻ്റെ കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ വിവരിക്കാമോ? ഇപ്പോൾ ബാലഭദ്രാദേവി ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പൂർവികരായ ആൾക്കാരും കൂടി നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ അതേ സമയത്ത് ആ സ്ഥലത്തിൻ്റെ ഗൗരവം, ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കൂടിയും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു കാരണം ഐതിഹ്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് കേട്ടത് എന്താ വെച്ചാൽ കോഴിശ്ശേരി മന തമ്പ്രാക്കളാണ് ഇതിൻ്റെ അധിപതികൾ. അപ്പോൾ അതിലത്തെ മൂത്ത കാരണവർ എല്ലാ മാസവും ഒരിക്കൽ കോഴിക്കോട്ട് മുത്തീനെ തൊഴുവാൻ വേണ്ടി കാട്ടിലൊരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആ മുത്തീനെ തൊഴാൻ വേണ്ടി പോയിരുന്നു. കാട്ടിലെ അതാണല്ലോ നറുക്കിലുള്ള ആ മുത്തീനെ തൊഴാൻ വേണ്ടി പോകൽ പതിവായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും. പക്ഷേ ഒരു പ്രാവശ്യം അദ്ദേഹം ഒറ്റയ്ക്ക് പോയി തൊഴുത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് വരേണ്ട വഴി അറിയുന്നില്ല. മുഴുവൻ കാട് പ്രദേശമാണ്. അപ്പോൾ വഴി അറിയാതെ അങ്ങനെ വിഷണ്ണനായി ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ളവസ്ത്രധാരിയായ ഒരു സ്ത്രീ വന്നിട്ട് എന്താ ഇവിടെ ഇരിക്കണേ, എന്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോകാനുള്ള വഴി അറിയാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് സാറില്ല, നീ എൻ്റെ കൂടെ പോരെ, ഞാൻ കാണിച്ചു തരാം വഴി എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ആ കൂട്ടിക്കൊണ്ടുവന്ന ആൾ വന്നിട്ട് കുന്നിൻ്റെ അടിവാരത്തിൽ വന്നപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഒരു പാറയുടെ മുകളിൽ അദ്ദേഹത്തിനെ ഇരുത്തി. എന്നിട്ട് ഇനി ആ കാണുന്ന വഴിയിൽ കൂടി നേരെ പോയാൽ ഇല്ലത്തിലേക്ക് ചെല്ലും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇരുന്ന് അദ്ദേഹം പെട്ടെന്ന് നോക്കിയ സമയത്ത്
ഈ ആ സ്ത്രീനെ കാണാൻ അവർ അപ്രത്യക്ഷമായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ ഉദിച്ചു, ഇത് ഞാൻ തൊഴുകാൻ വന്ന എൻ്റെ ദേവി തന്നെയാണ് എന്നെ വഴികാട്ടിയായിട്ട് എന്നെ രക്ഷിച്ചത് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നു എന്ന് മുമ്പ് കാരണന്മാർ പറഞ്ഞിട്ടുള്ളതായ ഒരു ചരിത്രം. അത് അങ്ങനെ അപ്പോൾ ആ സ്ഥലത്തിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം വന്നു. അതോടുകൂടി ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ അതിലൊരു ആൽമരത്തിൻ്റെ കാര്യം പറയണം. ആൽമരത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഒരു അന്ന് പണ്ടൊക്കെ ഈ ഓലപ്പരയിൽ വീട് മേയാൻ വേണ്ടി പട്ട വെട്ടാൻ കരിമ്പനയുടെ മുകളിൽ കയറിയപ്പോൾ അതിൽ നിന്ന് കുരലിൽ ഒരു ആലും തെയ്യും മുളച്ച് നിൽക്കുന്നതായി കണ്ടു. അദ്ദേഹം അതെടുത്ത് സ്വന്തം തലയെക്കെട്ടിൻ്റെ ഉള്ളിൽ തിരികെ പനയിൽ നിന്ന് ഇറങ്ങി വന്ന് പണി കഴിഞ്ഞ് പനയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ശേഷം വന്നിട്ട് ആ ആൽമരത്തിൻ്റെ തെയ്യിനെ ഇവർ ഇരുന്ന് പോയി, അതൊക്കെ നിമിത്തമാണ്, അല്ലാണ്ട് വേണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇവർ ഇരുന്ന് പോയിട്ടുള്ള അപ്രത്യക്ഷമായി ദേവി അപ്രത്യക്ഷമായിട്ടുള്ള എന്ന് വിചാരിക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് നട്ടു. അതും ഒരു നിമിത്തമാണ് എന്ന് വിചാരിക്കുന്നു. ആ ആൽമരം ഒന്ന് പൂത്ത് പന്തലിച്ചിട്ട് വലിയ മരമായി വളർന്ന ഐശ്വര്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ക്ഷേത്രത്തിൽ കാണുന്ന ആൽമരം അതാണ്. അതെ, ക്ഷേത്രത്തിൽ കാണുന്ന ആൽമരം അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രതിഷ്ഠ നടത്തിയിരുന്നതും അന്ന് ദേവി വന്നിരുന്ന അതേ സ്ഥലത്താണോ? അതെ, ആ സ്ഥലത്താണ് ദേവി ഈ കോഴ്ശ്ശേരി മനക്കിലെ തിരുമേനിയെ ഇരുത്തിയ സ്ഥലം. അതെ, അതിൻ്റെ സ്മരണ അല്ലേ? അപ്പോൾ അവിടെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്രത്യക്ഷമായത്. അത് ശരി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തണം, ഒരു അമ്പലം പണിയണം എന്നൊക്കെ ഒരു ആലോചന വരാനുള്ള കാരണം? അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള, അല്ല ആരും മുൻകൂട്ടി തീരുമാനമായി നടന്നതല്ല. ഈ ആല് നട്ടിട്ടുള്ള സ്ഥലത്ത് ആലും തെയ്യ് വലുതായി, ആലൊരു ചെറിയ ചെടി പോയിട്ട് അതൊരു വലിയ ചെടിയായി മാറിയപ്പോൾ അതിന് കാറ്റത്ത് അങ്ങനെ ഒലഞ്ഞു നിൽക്കണം സമയത്ത് അവർ പറഞ്ഞു ഇതിനൊരു തറ കെട്ടണം നമുക്ക് എന്ന് പറഞ്ഞ് അതിനൊരു തറ കെട്ടി. അന്നത്തെ പൂർവികരാണ് ഈ പറയുന്നത്. അവർ ചെയ്തു എന്ന് നമ്മൾ കേട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ തറ കെട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഈ ആലുമരവും വന്നു, ഒരു തറയും വന്നു, ഇനി നമുക്കിതിൽ ഒരു ദേവീനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഒരു കല്ല് വെച്ചിട്ട് വിളക്ക് വയ്ക്കാൻ തുടങ്ങിയാലോ എന്നുള്ളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം അവർ തന്നെ ഒരു കല്ല് നല്ല ഒരു കല്ല് തിരഞ്ഞു കൊണ്ടുവന്ന് അതിനെ ദേവീനെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിച്ച് ആ കല്ല് അവിടെ സ്ഥാപിച്ചു. ആ കല്ല് സ്ഥാപിച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ അതിൽ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ വിളക്ക് വയ്ക്കാൻ തുടങ്ങി. വൈകുന്നേരം കുട്ടികൾ വരും, വിളക്ക് വയ്ക്കും, തൊഴുകും, പോവും. അങ്ങനെ ഒരു സാധാരണ ഒരു സംഭവമായി മാറി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറേ ആൾക്കാർ, അടുത്തുള്ളവരും മറ്റുള്ളവരും ഒക്കെ കൂടുതലുള്ള ആൾക്കാർ വന്നിട്ട് ഈ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയും കാര്യങ്ങളും നടന്നുകൊണ്ടിരുമ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടി ചിന്തിച്ചു അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്കിവിടെ ഒരു അമ്പലത്തിൻ്റെ മാതിരി ഒരു പ്രതിഷ്ഠേനെ ഉണ്ടാക്കിക്കൂടെ എന്നുള്ള തീരുമാനം എടുത്തു. ആ പ്രതിഷ്ഠ അങ്ങനെ അതുകൊണ്ട് എല്ലാവരുടെയും തീരുമാനപ്രകാരം ഒരു പ്രതിഷ്ഠ, ഒരു ശില്പിനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് തന്നെ കല്ലെടുത്ത് ഒരു പ്രതിഷ്ഠ ദേവിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കി ഈ കല്ലിനെ മാറ്റി ആ പ്രതിഷ്ഠേനെ സ്ഥാപിച്ചു. അപ്പോഴേക്കും ആൽമരം വളർന്നു. ദേവപ്രശ്നത്തിൽ അങ്ങനെ തെളിഞ്ഞു. അത് പിന്നീട് ദേവപ്രശ്നമൊക്കെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്, ആരെയും കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുകയല്ല. ഇത് അവരുടെ നാട്ടുകാരുടെ ഇഷ്ടത്തിന്, അവിടെയുള്ള ഭക്തജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ആല് വളർന്നപ്പോൾ ഈ പ്രതിഷ്ഠ വെക്കുമ്പോൾ നമ്മൾ ഇത്രയും ചെറിയ നിലത്ത് വെക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ആലിൻ്റെ തറയൊന്ന് വലുതാക്കണം എന്ന് പറഞ്ഞ് തറ വലുതാക്കി ആ തറയിൽ കിഴക്കോട്ട് മുഖമാക്കിയിട്ട് ഈ ബിംബത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചു. അത് പ്രതിഷ്ഠിച്ചത് ഇപ്പോൾ ആരാ പ്രതിഷ്ഠിച്ചതെന്നുള്ളത് അതൊന്നും അറിയുന്നില്ല, അതൊന്നും പറയുന്നത് കേട്ടില്ല. പക്ഷെ അവരെല്ലാവരും കൂടിയാണ് അത് ചെയ്തത്. നല്ല ദൈവിക വിശ്വാസങ്ങളുള്ളതായ ആൾക്കാർ എല്ലാ കൊല്ലവും കൊടുങ്ങല്ലൂർക്കും മറ്റുള്ള അമ്പലങ്ങളിലേക്കും ഒക്കെ വ്രതം അനുഷ്ഠിച്ച് പോയിരുന്ന ആൾക്കാരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ദൈവഭക്തി മനസ്സിലുള്ളതായ ആൾക്കാരനെ ആയിരിക്കാം ഒരു പക്ഷേ ആ ദേവീനെ അവിടെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് ആ പ്രതിഷ്ഠ അവിടെ വരാനുള്ളതായ കാരണം. ഇത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ചില പൂജയും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു കൊല്ലത്ത് അവിടെ ഒരു പൂരം മാതിരി ചെറിയൊരു ഉത്സവം മാതിരി നടത്തി. ഒരു പൂരം അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ, പുറത്തേക്കൊന്നും വരാതെ അവിടെ തന്നെ. അത് വർഷം നമുക്കറിയാം, ഇതൊക്കെ പൂർവികരുടെ കാലത്ത് പറഞ്ഞതാണ്. നമ്മുടെ കാലത്തേക്ക് എത്തിയിട്ടില്ല, നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവർ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ അവരത് 2-3 പ്രാവശ്യം ആരാധിച്ച് പോന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഏത് വയസ്സിൽ വന്നതാണെന്ന് അറിയില്ല. പിന്നീട്
പിന്നീട് ഇവരുടെ എല്ലാം ശ്രദ്ധ വിട്ടു എന്ന് മാത്രമല്ല അതിനെ അനാദരവോടുകൂടി പെരുമാറാനും തുടങ്ങി. ഒരു അമ്പലത്തിൻ്റെ സങ്കല്പം തന്നെ ഇല്ലാത്ത രീതിയിൽ അതിനെ മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ ആ സന്ദർഭങ്ങളിൽ 1999 ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ദേശത്ത് തന്നെ നടന്നു. അപ്പോൾ അങ്ങനെ നടന്നു. അങ്ങനെ കുറേ സഹിച്ചു ഇരുന്ന് നോക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ആശയം തോന്നി. 4 പേർ എല്ലാവർക്കും കൂടി എന്നെ അടക്കം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന ഈ ബിംബം ഇതൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ലാതെ ഇരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നം കൊണ്ടായിരിക്കുമോ, നമുക്കൊന്ന് ദേവപ്രശ്നം വച്ച് നോക്കിയാലോ എന്നൊരു തീരുമാനം തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും ചേർന്ന് അതിൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ ദേവപ്രശ്നത്തിൽ പറഞ്ഞു, ഈ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ അവിടെ നടത്തിയിട്ടുള്ളത് ശിവസാന്നിധ്യത്തിലാണ്. അപ്പോൾ ശിവകോപം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ എല്ലാ ക്രിയകളും ചെയ്ത് നല്ല നിലയിൽ ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കും എന്നാണ് ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. പിന്നെ അതും മാത്രമല്ല, ഇതിപ്പോൾ ദേവിയുടെ പരാശക്തി, ഇത് സാധാരണ ദേവിയല്ല, ഇത് ദേവി പരാശക്തിയുടെ ഭാഗങ്ങളായ പാർവതി, ലക്ഷ്മി, സരസ്വതി എന്നുള്ള ഈ 3 ത്രിദേവിമാരുടെ കൗമാരദശയിലുള്ള ബാലഭദ്രാദേവി ആണ്. അതാണ് ബാലഭദ്ര. കൗമാരദശയാണ്, ശാന്ത സ്വഭാവമാണ്. അങ്ങനെ കൗമാരദശയിലുള്ള അതാണ്. അപ്പം അത് വളരെ കുറച്ച് അമ്പലങ്ങളെയാണ് ഈ ബാലഭദ്രാദേവിയുടെ ക്ഷേത്രങ്ങളുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രാധാന്യം അർഹിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് നോക്കിക്കാനുള്ള കാരണം. ഇപ്പോൾ ഇത് ഞാനല്ല പറയണത്, ദേവി പറയിപ്പിക്കുന്ന മാതിരിയാണ്. ശിവനാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാനന ശാസ്താവിനെ ഇവിടെ ഉപദൈവമായി പ്രതിഷ്ഠിക്കണം. അത് ശാസ്താവിനെ മാത്രമല്ല, പ്രഭാസാത്വിക സമ്മേതനായി ഗൃഹസ്ഥാശ്രമീ ഭാവത്തിലുള്ളതായ കാനന ശാസ്താവിനെ ഇവിടെ ഉപദൈവമായി പ്രതിഷ്ഠിക്കും വേണം. ബാലഭദ്രാദേവി കാനന ശാസ്താവ് അത് മാത്രമേ ഇപ്പോൾ പ്രതിഷ്ഠ. ഓക്കെ. അപ്പോൾ ഇത്രയും അങ്ങ് പറഞ്ഞു ഈ ബാലഭദ്രാദേവി. അപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹം പലർക്കും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പല ദുർഘട ഘട്ടങ്ങളിൽ നിന്നും ദേവി സംരക്ഷിച്ചു വരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഓർമ്മയിലുണ്ട്? അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രത്യേകമായിട്ടൊന്നുമില്ല. പക്ഷേ ഇന്നും ദേവി എൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ വിളിച്ചാൽ, ഞാൻ മാത്രമല്ല ഏതൊരു മനുഷ്യനും ആ ദേവീനെ ഭക്തിയോടെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ദേവിയിൽ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുള്ളതായ ഏതൊരാളും അവൻ്റെ സങ്കടമോ പ്രയാസങ്ങളോ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചട്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ആ പ്രദേശത്ത് ഇതിങ്ങനെ വരുകൊണ്ട് യാതൊരു സംശയമില്ല, ജനങ്ങളുടെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിലേക്ക് നീങ്ങി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതെ. മാത്രമല്ല സദാസമയം ദേവിയുടെ അനുഗ്രഹം അവിടെ ഉള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു അതിന് ദൃഷ്ടാന്താണ് അനവധി സ്ത്രീകൾ കൗമാര ദശയിലുള്ള ദേവി ആവുകൊണ്ട് ആ ദശയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, സന്താനലബ്ധി, ഈ വക കാര്യങ്ങൾക്കെല്ലാം അത് വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കല്യാണം നടന്നാൽ അത് ഞങ്ങൾക്ക് അവിടെ അതിൻ്റെ പ്രതീതി വരും, അതിൻ്റെ താലി അമ്പലത്തിൽ വരും. അങ്ങനെ പുറത്ത് നടന്നാലും ആ താലി അവിടെ വരും. പിന്നെ അമ്പലത്തിലും കല്യാണങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളിൽ. അതിനെല്ലാം അവിടെ പ്രാർത്ഥിച്ച് അവർ വേണ്ടമാതിരി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ അനുഭവമായിട്ട് ഉണ്ടാകുന്നുള്ള കാര്യം എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ അവരവർ പറയുമ്പോൾ അത് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ആ അനുഭവത്തിൽ കൂടി പറയുന്നു എന്ന് മാത്രം. അവിടുത്തെ പൂജാക്രമങ്ങളെ പറ്റി ഒന്ന്. പൂജ ഇപ്പോൾ രാവിലെ 5 മണിക്ക് തുറക്കും, അമ്പലം തുറക്കും. കൊടിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ അമ്പലം ഇപ്പോൾ തുറക്കുന്നുള്ളൂ. തുടക്കത്തിൽ ആ ഞായറാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ 2007 ഒരു അഷ്ടബന്ധ കലശം നടത്തി. ആ അഷ്ടബന്ധ കലശം നടത്തിയതിന് ശേഷം ഇത് താമ്പൂല പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞത് കൊടിയാഴ്ച ദിവസങ്ങളിൽ അമ്പലം തുറക്കണമെന്നും എല്ലാ മലയാള മാസം 1-ാം തീയതി രാവിലെ പിന്നെ ഞായറാഴ്ച വൈകുന്നേരം നിങ്ങൾ ഇതുവരെ തുടർന്ന് ചെയ്തിരുന്ന അതിനൊന്നും മുടക്കം കൂടാതെ
ചുറ്റുവിളക്കും എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പോൾ കൊടിയാഴ്ച ദിവസങ്ങളിലും ചെയ്യാം എന്നുള്ള ആ ബേസിലാണ് ഇപ്പോൾ അമ്പലം കൊടിയാഴ്ച ദിവസം തിങ്കളാഴ്ച, ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ രാവിലെയും ഞായറിൽ മാത്രം വൈകുന്നേരത്തും തുറന്ന് അമ്പലം പ്രവർത്തിക്കും. അപ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രം എല്ലാ ദിവസവും ഇല്ല. ഓക്കെ. അപ്പോൾ ഈ വഴിപാടുകൾ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് ഏതൊക്കെ വഴിപാടുകൾ ഇപ്പോൾ പഴയ വഴിപാടുകളുണ്ട്. ഞങ്ങൾ ഉത്സവത്തിനോട് നടത്തുന്ന മറ്റേ കളമെഴുതിപ്പാട്ട്, പിന്നെ അതാ ഇപ്പോൾ ഞങ്ങൾ പിന്നെ പൂമൂടൽ, പിന്നെ ചുറ്റുവിളക്ക് പൂജ, ത്രികാല പൂജ, മറ്റുള്ള പിന്നെ സൂക്ത പുഷ്പാഞ്ജലികൾ, എല്ലാ പുഷ്പാഞ്ജലികളും ഉണ്ട്. പിന്നെ നെയ്വിളക്ക് ഇങ്ങനെയുണ്ട്. ഇപ്പം ഞങ്ങളൊരു പുതിയ ഇപ്പോഴത്തെ മേൽശാന്തി വന്നതിന് ശേഷം ഒരു പുതിയ അനുഭവം അദ്ദേഹത്തിനുണ്ടായി. എൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പോയി മുഴുവൻ എല്ലാ വിളക്കുകളും നെയ്യ് കൊണ്ട് കത്തിച്ചിട്ട് ഉള്ളതായ ഒരു ദിവസത്തിൽ അന്നത്തെ ദിവസം എണ്ണ ഉപയോഗിക്കുകയില്ല. മഹാ നെയ്വിളക്ക് മഹാ നെയ്വിളക്ക് എന്നുള്ള നിലയിൽ ഞങ്ങളത് അന്ന് അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ധാരാളം ആൾക്കാർ ഇപ്പോൾ മഹാ നെയ്വിളക്ക് കഴിക്കുന്നു വഴിപാടായി. മേൽശാന്തിയുടെ എന്താ പേര്? മേൽശാന്തിയുടെ പേര് രാജേന്ദ്ര എന്നാണ്. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ മറ്റു തരത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക, അങ്ങനെ അതുണ്ട്. അതിപ്പോൾ എല്ലാ ഞങ്ങളിപ്പോൾ കുംഭത്തിലെ അത്തം നക്ഷത്രത്തിലാണ് ഞങ്ങൾ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കുംഭത്തിലെ അത്തം നക്ഷത്രം കണക്കാക്കിയിട്ട് അന്നാണ് പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം ഒരു കൊല്ലത്തിൽ ഒരിക്കൽ അങ്ങനെ ചെയ്യുന്നത്. എല്ലാ കൊല്ലവും അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ 7 ദിവസം മുന്നേ പുണർന്ന നക്ഷത്രത്തിൽ കൊടിയേറ്റം നടത്തും. കൊടിയേറ്റം നടത്തുന്ന അന്ന് തന്നെ മറ്റേ എന്താണ് കളമെഴുതിപ്പാട്ട് നടത്തും. കളമെഴുതിപ്പാട്ട് നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 ദിവസം, 2-ാം ദിവസവും 3-ാം ദിവസവും കിഴക്ക് ദേശത്തിനും പടിഞ്ഞാറ് ദേശത്തിനും ആയിട്ട് ആ ദിവസം കൊടുത്തിരിക്കുകയാണ്. അവർക്ക് എന്ത് വഴിപാടുകളും എന്ത് പരിപാടികളും വേണമെങ്കിലും അമ്പലത്തിൽ നടത്താം എന്നുള്ളത് അങ്ങനെ. പിന്നെ 5-ാം ദിവസം ഞങ്ങൾ സർവൈശ്വര്യ പൂജ നടത്തും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അന്നദാനം, പ്രസാദകൂട്ട് അന്നദാനവും കൂടിയും ചേർന്നുകൊണ്ട് അങ്ങനെ അത് നടത്തും. പിന്നെ 6-ാം ദിവസം വൈകുന്നേരത്താണ് താലപ്പൊലി മഹോത്സവം. അമ്പലത്തിൻ്റെ താലപ്പൊലി എഴുന്നള്ളത്ത് 6-ാം ദിവസം വൈകുന്നേരത്താണ്. അത് കഴിഞ്ഞ 7-ാം ദിവസമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. അതിലേക്ക് നമുക്ക് പൂരം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുമ്പ് വഴിപാടിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ അടുത്തത് ഞങ്ങൾ ഏറ്റവും വലിയ വഴിപാടായി ചെയ്യുന്നത് കർക്കടകത്തിലെ 30 ഞായറാഴ്ച ആനകൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ. ഇപ്പോൾ അടുത്ത നടത്താൻ പോകുന്നത് ഞായറാഴ്ച എന്താ ഇനി അത് ഇല്ലെന്നറയാണ്. കതിര് കൊണ്ടിട്ട് ഇല്ലെന്നറ നടത്താൻ പോവുക. പിന്നെ ഓണത്തിന് പുത്തിരിയായിട്ട് ചിങ്ങമാസം ഓണത്തിന് പുത്തിരിയായിട്ടും നടത്തും, ഓണത്തിൻ്റെ അന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാർത്തിക വിളക്ക് ആയിട്ട് അതായത് അതും നടത്തുന്നുണ്ട്. കാർത്തിക വിളക്ക് ദിവസം അമ്പലത്തിൽ ഫുള്ളായിട്ട് വിളക്ക് കത്തിച്ച് അതിന് ഓരോ ഭക്തജനങ്ങളുടെ വകയായിട്ട് തന്നെ ഞങ്ങൾ വിളക്കുകൾ അവർ സ്ഥാപിച്ച് അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അത് ഗംഭീരാക്കും. അത് 1001 മേലെ വിളക്കുകളായി വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സംഗതി ചെയ്യും. പിന്നെ ഓരോ വിശേഷ ദിവസങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ ക്ഷേത്രം നിങ്ങളുടെ എല്ലാവരുടെയും ആ നാട്ടുകാരുടെ എല്ലാവരുടെയും ആത്മാർത്ഥ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ഈ നല്ലൊരു നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. അതെ. അന്നത് അവിടെ സ്ഥലം വാങ്ങിക്കുമ്പോഴും കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ. അപ്പോൾ ഇന്നത് വളരെയധികം പുരോഗമിച്ചു. ആ പുരോഗമനത്തെ പറ്റി ഒന്ന് പറയും. അതിപ്പോൾ ഞങ്ങൾ പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടി തീരുമാനിച്ച ആ സമയത്ത് ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത് വെറും ഒരു ആലിൻ്റെ ചോട്ടിലാണ്. വേറെ യാതൊരു സംവിധാനങ്ങളും അവിടെ ഇല്ല. അപ്പം ഞങ്ങൾ ആ സ്ഥലം പോഴിശ്ശേരി മനയിൽ നിന്ന് ആ സ്ഥലം ഞങ്ങളോട് അതിൽ വേണ്ട പ്രവർത്തനം നടത്തിക്കോളാനുള്ള സമ്മതം അവർ തന്നു. ആ സമ്മതം തന്ന ഭാഗത്തേക്ക് ഞങ്ങൾ അതിൽ തന്നെ ഒരു ശ്രീകോവിൽ കെട്ടി, ഉപദൈവത്തിനുള്ളതായ ഇരിപ്പിടം അതും കെട്ടി റെഡിയാക്കി. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു അമ്പലം നിലനിർത്തി കൊണ്ടുപോകാൻ എന്തെല്ലാം വേണമോ ആ വേണ്ട കാര്യങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും പെടുത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ 5 ദിവസത്തെ പൂജകൾക്ക് ശേഷം ശുദ്ധികളും കാര്യങ്ങളെല്ലാം നടത്തി, പ്രേതവേർപാടുകൾ നടത്തി, എല്ലാ പ്രശ്നങ്ങളും 5 ദിവസം കൊണ്ട് കഴിഞ്ഞ് 5-ാം ദിവസം രാവിലെ അത് എനിക്ക് ഓർമ്മ 11/3/2001 രാവിലെ 10:45 ആ അമ്പലത്തിൽ ബാലഭദ്ര ദേവീനെ പ്രതിഷ്ഠിച്ചത്, പുനഃപ്രതിഷ്ഠ നടത്തി. ഓക്കെ. അപ്പോൾ
വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ കുറെ സൗകര്യങ്ങൾ വന്നല്ലോ, വിവാഹം നടത്താൻ ഇല്ലേ, ഹോളൊക്കെ പണിതു. അപ്പോൾ ഗംഭീരമായിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ പല പരിപാടികളും നടത്താം. ആ ഒരു സൗകര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഇപ്പോൾ ഈ വിവാഹം നടത്താൻ കൊടുക്കുമ്പോൾ അവിടെ ഉള്ളവർക്ക് അങ്ങനെ വല്ല കൺസെഷൻ അങ്ങനെ വല്ല ഇതൊക്കെ ഉണ്ട്? അത് ഞങ്ങൾ ഈ ധാരാളം കല്യാണങ്ങൾ, വിവാഹങ്ങൾ നമ്മൾ അവിടെ വെച്ച് അമ്പലത്തിൽ നടത്തേണ്ടായി. പക്ഷേ അവർ സദ്യ കഴിക്കാൻ വേണ്ടി വേറെ സ്ഥാപനങ്ങൾ നോക്കി പോകുന്നു. അപ്പോൾ അത് അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്കും അതൊരു പ്രയാസം തോന്നി. ഏതായാലും നമുക്ക് അതിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് എല്ലാവരോടും സമീപിച്ചിട്ട് നമുക്കിവിടെ ഒരു വീട്ടുപുര എന്നുള്ള നിലയിൽ ഒരു കെട്ടി ഒരു ഹാള് കെട്ടിയുണ്ടാക്കാം. എന്നിട്ട് ഇവിടെ നടത്തുന്ന കല്യാണങ്ങൾക്ക് ഇവിടെ തന്നെ ഫംഗ്ഷനും നടത്തുന്ന രീതിയിലുള്ളതായ എല്ലാം അവിടെ തന്നെ നടത്താം എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. അത് പ്രകാരം ഓരോ നാട്ടിലും കയറി ഇറങ്ങി. അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും 10,000 ഉറുപ്പിക, അന്നത്തെ സമയത്ത് 10,000 ഉറുപ്പിക ഓരോ വീട്ടിൽ നിന്നും ഞങ്ങൾ ഒരു മെമ്പർമാർ, അതിൻ്റെ ഒരു പാർട്ടിഭൂഷൻ നടത്തുന്ന മാതിരി തന്നെ ഒരു ഭാഗം നിങ്ങൾ ഒരു 10,000 ഉറുപ്പിക തന്ന് നിങ്ങളൊരു മെമ്പറായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലത്തെ ഒരു വിവാഹം ആ അമ്പലത്തിൽ വെച്ച് നടത്തും, ഒരു പൈസ ചിലവാക്കാതെ എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും സമീപിച്ചു. അങ്ങനെ അത് ചെയ്തു. അതിൻ്റെ പ്രകാരം ഞങ്ങൾ അവിടെ വലിയൊരു ഹോള് കെട്ടി. ആദ്യം ഒരു ഫ്ലോറ് മാത്രമുള്ള ഹോള് കെട്ടി, അടുക്കള മാതിരിയും പുറമേ അതും ശരിയാക്കി. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും പിന്നെയും കെട്ടി. ഇപ്പോൾ മേലെ ഫംഗ്ഷനും അടിയിൽ ഭക്ഷണവും ഒരു പുറത്ത് അടുക്കളയും ആയിട്ടുള്ള ഒരു സ്ഥാപനം. അത് വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ആ സ്ഥലം. വേറൊരാളുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങി, പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ആ സ്ഥലത്താണ് ഇത് കെട്ടിയിരിക്കുന്നത്. അതേമാതിരി ഇന്ന് പൂരം നടത്തുന്ന ആ സ്ഥലം 15 സെൻറ്റ് സ്ഥലം, ആ സ്ഥലവും വേറൊരു ആളുടെയായിരുന്നു. അവരെടുത്തുനിന്ന് അമ്പലത്തിന് നേരെ മുമ്പിലുള്ള സ്ഥലം ആവുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലം ഞങ്ങൾക്ക് പൈസ തന്നെയാണ് എല്ലാവരും ഞങ്ങളത് വാങ്ങി തന്നു. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം എന്തായാലും എല്ലാം പണിയും കഴിഞ്ഞിട്ടില്ല, എങ്കിലും ഇപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണം. ഓക്കെ. അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിന് വേണ്ടി പലരും പ്രയത്നിച്ചിട്ടുണ്ട്. അവർ ഈ സമയത്ത് ആദരവോടെ നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം അവരിൽ പലരും നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പം അവർക്കൊരു സ്മരണാഞ്ജലി, ഒരു ആദരവ്, അതിൻ്റെ സൂചകമായിട്ട് അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? പറയാം. ഞങ്ങൾ ആദ്യം ഇതേമാതിരി ഒരു 27 അംഗ കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത് ഈ പ്രവർത്തനത്തിന്. 2000 ഉണ്ടാക്കിയതാണ്. 27 അംഗ കമ്മിറ്റീനെ ഉണ്ടാക്കിയതിലത്തെ ആദ്യം ഒരാൾ മരിച്ചത് നമ്മളെ കാങ്കലത്ത് നാരായണൻ എന്ന് പറഞ്ഞ, തമ്പാട്ടിയേട്ടൻ എന്ന് പറയും. പക്ഷേ കാങ്കലത്തെ നാരായണൻ എന്ന് പറഞ്ഞ ആൾ ആദ്യം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ പാറക്കിൽ ഗോപാലൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു. പിന്നെ നമ്മളൊരു റിട്ടയർഡ് സുബേദാർ മേജർ ചാമി ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹവും നമ്മളെ വിട്ടുപോയി. പിന്നെ അതിൻ്റെ ശേഷം അയ്യപ്പൻ്റെ മകൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ മണി എന്നാണ് സ്റ്റേറ്റ് ബാങ്കിലുണ്ടായിരുന്നത്. മണി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. പക്ഷേ അത് അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയ്യപ്പൻ എന്നാണ് പേര്, പക്ഷെ മണി എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയുള്ളൂ. അങ്ങനെ അദ്ദേഹവും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. പിന്നെ ഈ നായടിക്കുന്ന് ഉള്ള രാമൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹവും നമ്മളെ വിട്ടുപോയി. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മളെ മുരളി എന്ന് പറഞ്ഞ നായാടിക്കുന്ന് വീട്ടിലുള്ള മുരളി, അദ്ദേഹവും നമ്മളെ വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഇതിലിപ്പോൾ ഉള്ളത് നമ്മളൊരു 6 ആളാണ്. ഞങ്ങളിപ്പോൾ ഈ 27 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയതിൻ്റെ ശേഷം ആ കമ്മിറ്റിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായ ആൾക്കാരിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഒരു 6 ആളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർക്ക് നമ്മുടെ സംസ്കൃതിയുടെ വക സ്മരണാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. ഇനി ഇപ്പം സജീവമായിട്ട് പ്രവർത്തിക്കുന്നവർ പലരും ഉണ്ട്. അപ്പം നമുക്ക് അവരെയും കൂടി ഒന്ന് പേര്
എല്ലാവരും ഉണ്ട്. ഇപ്പോൾ കുമാരനുണ്ട്, CG കുമാരൻ ഉഷസിൽ, പിന്നെ രാജൻ കാങ്കലത്ത്, കറുവെങ്കിൽ രാജൻ, പിന്നെ സെക്രട്ടറി ആയിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ രാജനാണ്. രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സെക്രട്ടറിയാണ്. പിന്നെ രാജൻ എന്ന് പറഞ്ഞ മറ്റേ KV രാജൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഖജാൻജിയാണ്. പിന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നുള്ള നിലയിൽ കൂടി എല്ലാവരും ഉണ്ട്. ഞാനിപ്പോൾ നിലവിൽ അമ്പല കമ്മിറ്റി പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. എന്തായാലും വളരെ നല്ലൊരു. പിന്നെ ഒരു ദയാനന്ദൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹവും അമ്പലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വരുന്ന എല്ലാവരും, ശിവൻ ശിവൻ സജീവമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, അതെല്ലാവരും എടുത്തു പറയാൻ നമുക്ക് ആകുന്നില്ല. പക്ഷേ എങ്കിലും പ്രധാനമായിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും അമ്പലത്തിന് വേണ്ടി എല്ലാ സഹായ സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. പിന്നെ നമ്മുടെ കൂരിയിലെ മനോജ്, രാജു, അങ്ങനെയൊക്കെയുള്ളതായ ആൾക്കാർ അവരുണ്ട്. ഒരു കമ്മിറ്റിയിൽ എപ്പോഴും അംഗങ്ങൾ വരുണ്ടാവും. അങ്ങനെ വരും. പിന്നെ ഇവിടെ മണികണ്ഠൻ, ഇവരെല്ലാം. എന്തായാലും ഇങ്ങനെ ഒരു ഗംഭീരമായ കമ്മിറ്റി വളരെ ഒത്തൊരുമയോടുകൂടി തന്നെയാണ് പോകുന്നത്. അതെ, അപ്പോൾ കേൾക്കുന്നതിലും ഒരു സന്തോഷം തന്നെയാണ്. ഇനി അഭിമാനമാണ്. അതെ, അഭിമാനിക്കേണ്ട കാര്യമാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ഉത്സവമാണ് ഇപ്പോൾ ബാലഭദ്രയിൽ നടത്താറുള്ളത്. അതാണ് നമ്മൾ ഷൊർണൂർ പൂരമായിട്ട് നടത്തുന്നത്. വളരെ പ്രസിദ്ധമായ ഷൊർണൂർ പൂരമായിട്ട് അറിയപ്പെടുന്നത്. അതിനെ പറ്റിയിട്ട് ഒന്ന് വിവരിക്കാം. പറയാം. അത് ഞങ്ങൾ ആദ്യം നടത്തിയത് 2002-ലാണ്. 2002 7 ദിവസത്തെ പരിപാടിയോട് കൂടിയിട്ടാണ് നടത്തിയത്. ഇത് കൊടിയേറ്റം നടത്തും ആദ്യം. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം പൂരം. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ക്ഷേത്രം അതിന് പുറപ്പെട്ടിട്ട് കോഴിക്കോട്ടാവ് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് താലംകുളത്തി പുറപ്പെട്ടിട്ട് പിന്നെയാണ് പിന്നെ ടൗൺ ചുറ്റി അങ്ങനെയാണ് ഞങ്ങൾ വന്നിരുന്നത്. പിറ്റത്തെ കൊല്ലം ആകുമ്പോഴേക്കും കിഴക്ക് ദേശം എന്ന് പറഞ്ഞ ഒരു ആ വിഭാഗം ആൾക്കാർ, അവിടെയുള്ള അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളതായ ആൾക്കാർ സംഘടിച്ച് അവർക്കും അവരുടേതായ വഴിയിൽ കൂടിയുള്ള അവരുടേതായ ഒരു പൂരം കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം അവർ പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതം കൊടുത്തു. പിറ്റത്തെ കൊല്ലത്തെ പൂരത്തിന് അവരുടെ വകയായിട്ടുള്ള അവരുടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കണ്ടപ്പോൾ ഈ അമ്പലത്തിൻ്റെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ ആൾക്കാർ അവരും സംഘടിച്ചിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തു, നമ്മുടെ വകയും ഒരു പൂരം അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ അവരും ആ വിവരം ക്ഷേത്രത്തിനെ അറിയിച്ചു. ക്ഷേത്രം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു. അങ്ങനെ പിറ്റത്തെ വർഷം മുതൽ അവരും വരൽ തുടങ്ങി. അങ്ങനെ 3 വിഭാഗമായിട്ട് ഷൊർണൂർ ടൗണിനെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ളതായ ഒരു ഉത്സവമാണ് കോങ്ങുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ. ഒരേ ക്ഷേത്രത്തിൽ തന്നെ 3 പൂരം വരുന്ന 3 പൂരമാണ് ഒരേ ടൈമിൽ വരുന്നത്. ഒന്നിൻ്റെ പിന്നാലെ 3 പൂരം. അങ്ങനെ വന്നതുകൊണ്ട് എന്താ വെച്ചാൽ അത് ഷൊർണൂർ പൂരമായി മാറി. അതൊരു പക്ഷേ പൂരം കൊണ്ടാടുന്ന ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ 3 പൂരങ്ങളും കൊണ്ടാടുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം. ഏതായാലും ആ ദിവസം ആന ഉള്ളതല്ലേ. പിന്നെ എന്തൊക്കെയാണ് വാദ്യഘോഷങ്ങൾ? പഞ്ചവാദ്യം, മറ്റുള്ള പിന്നൊക്കെ ഓരോരോ മുഴുവൻ അമ്പലത്തിൻ്റെ കമ്മിറ്റി ചെയ്യുന്നതല്ലാതെ കൊണ്ട് തന്നെ ഓരോ ക്ലബ്ബുകൾ, കുറേ ആൾക്കാർ കൂടി ചേർന്നുകൊണ്ടുള്ളതായ ഓരോ വിഭാഗമായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ അവരുടേതായ വക, അവരുടെ വകയിൽ അവർ തമ്മിൽ തന്നെ സഹകരിച്ചു കൊണ്ട് ഓരോരോ പരിപാടികൾ. അപ്പോൾ അവരെന്താണോ പരിപാടി നിശ്ചയിക്കുന്നത് ആ പരിപാടിയായിരിക്കും അതിനുണ്ടാവും. അല്ലാണ്ട് സ്ഥിരമായൊരു പരിപാടിയല്ല. ഒരു പരിപാടി അവർ നിശ്ചയിക്കുക കഴിഞ്ഞാൽ ആ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് അങ്ങനെ ഒരു 5-6 വിഭാഗം ആൾക്കാരുണ്ട് ഒരു ഇതിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ ബേസിൽ തന്നെ ഇപ്പോൾ 5-6ഓളം കമ്മിറ്റിക്കാർ വേറെയുണ്ട്, ഈ പ്രാദേശികമായിട്ടുള്ളവർ. അപ്പോൾ അവരും അവരുടേതായ ബേസിൽ ഓരോ ഇത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ സെൻട്രൽ കമ്മിറ്റിയുടെ ഇതിൽ 3 പൂരം വരുന്നു. അപ്പോൾ എന്തായാലും ഈ ഉത്സവ ദിവസം ഷൊർണൂർ പ്രദേശത്തിലെ ആൾക്കാർക്ക് ആ ബാലഭദ്രാദേവിയുടെ ഭക്തി, ആ ഒരു അനുഭൂതിയിലാണ് അവരെല്ലാവരും. അല്ലേ? ഈ കാലഘട്ടത്തിൽ 7 ദിവസം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തെപ്പറ്റി ഒരുവിധം കവർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. സമയം ഏകദേശമൊക്കെ കഴിയാറായി. ശാന്തി ഇനി അത് അദ്ദേഹത്തെ പറ്റി ചോദിച്ചല്ലോ, പറഞ്ഞല്ലോ നേരത്തെ. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ശ്രീനാരായണ ഗുരു
ആണ് താങ്കളുടെ ഗുരുവായിട്ട് താങ്കൾ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ചോദിക്കാതെ ഒന്നും ശരിയല്ല. അപ്പോൾ ശ്രീനാരായണ ഗുരു ഈ ആത്മീയ ചക്രവാളത്തിൽ അത്യുജ്വലമായിട്ട് ഇപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ശങ്കരാചാര്യരും ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമി രമണ മഹർഷി അതേമാതിരി ഉജ്ജ്വല നക്ഷത്രമാണ്. അദ്ദേഹം ഏകദേശം ഒരു 53 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പുസ്തകം. അതിൽ പ്രധാനം ചോദിച്ചാൽ എല്ലാം പ്രധാനമാണ്. ആത്മോപദേശ ശതകം, അറിവ്, ചിജ്ജട ചിന്തനം, ജനനി നവരത്ന മഞ്ഞടി, ആത്മബോധം, ഇങ്ങനെ നിരവധി. ഇതിൽ നിരവധിയുണ്ട്. ഇത്രയും പുസ്തകങ്ങൾ നമുക്കിവിടെ പറയാൻ വയ്യ. താങ്കൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട പുസ്തകം ഒന്ന് പറയാമോ? അങ്ങനെ എല്ലാം ഇഷ്ടമാണ്, എന്നാലും വായിച്ചത് എന്താ പറഞ്ഞല്ലോ താങ്കൾ സൂചിപ്പിച്ചു, ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം അത് ഗംഭീര പുസ്തകമാണ്. 100 വരിയുണ്ട്. അത് അറിയപ്പെടുന്നതിന് കേരള ഉപനിഷത്തു നിന്നാണ്. അപ്പൊ അത് മുഴുവൻ 100 വരികളിലെ ലൈനുകളൊക്കെ കുറെ വായിച്ചിട്ടുണ്ട്. അത് മുഴുവൻ അത് കുറെ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആത്മോപദേശ ശതകം വായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സുഹൃത്തം ചെയ്തവർക്കേ പറ്റും. അത് തമാശയില്ല, അത് വായിച്ചാലൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. 100 വരികളും സ്വാമികൾ നമ്മളെ അവിടേക്ക് എത്തിക്കാനാണ്, ആ പരമമായ സത്യത്തിലേക്ക് എത്തിക്കാൻ. ഇങ്ങനൊരു ഗ്രന്ഥം ഇനി ഇല്ല. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് കേരള ഉപനിഷത്തിന് പേര് കൊടുത്തത്. ഉപനിഷത്തിന്റെ ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും സുഹൃത്തം ചെയ്തവർക്ക് അത് പറ്റും. പിന്നെ ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്, ദൈവദശകം. ഇപ്പോൾ മറ്റേ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് തുല്യമാണെന്ന് പറയാം ദൈവദശകം. അതിൽ ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കിച്ചല്ല. കാരണം ശ്രീനാരായണ ഗുരുവിനെ ചിന്തിക്കുമ്പോൾ ദൈവദശകത്തിൽ 2 വരി ഉച്ചരിക്കാതെ പോകുന്നത് ശരിയല്ല. അത് ചെയ്യാം. അപ്പോൾ പറ്റണോടത്തോളം ഒന്ന് ചെല്ലിയാൽ നന്നായിരിക്കും. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും എങ്ങും മഹിമാവർണ്ണ നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആദിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഗംഭീരമായിട്ടുണ്ട്. വാഴണം സുഖം, അവിടേക്കാണ് ഒരു ജീവൻ എത്തേണ്ടത്. വേദാന്തത്തിലെ സർവം ബ്രഹ്മമയം എന്ന മഹാസത്യത്തെ പഠിപ്പിക്കുന്ന ചെറുകാവ്യമാണ് ദൈവദശകം എന്ന് ശ്രീനാരായണ ഗുരു രചിച്ച ഗംഭീരമായ ദൈവദശകം. അത് ഇദ്ദേഹം മനോഹരമായി ചൊല്ലി, നന്നായിട്ടുണ്ട്. ഇനി സമയം ആയതുകൊണ്ട് STVയുടെ സംസ്കൃതി പ്രോഗ്രാമിൽ ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്കളോട് പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് ഇത്ര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതായ ഒരു സന്ദർഭം സൃഷ്ടിച്ചിട്ട് ഈ ഗോപാലകൃഷ്ണൻ മാഷ്ക്കും നമ്മുടെ STVക്കും എൻ്റെ അഗൈതവുമായ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താം.
ബാലഭദ്രാദേവിയെ നമിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.